സല്യൂട്ട് സുഹൃത്തുക്കളെ. 1996 മെയ് മാസം ആയപ്പോഴേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മെയ്യുടെ അവസാനവും ജൂണിന്റെ ആദ്യവും പുതിയ മന്ത്രിസഭ കേരളത്തിൽ വന്നു. ഇ.കെ. നായനാർ സാറായിരുന്നു മുഖ്യമന്ത്രി. ഞാൻ ASP കേരളത്തിൽ വരുമ്പോൾ ഒരു രസകരമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം PTCയിൽ ഒരു ട്രെയിനിങ്ങിന് നടത്തുമായിരുന്നു. അപ്പോൾ അന്ന് DIG ആയിരുന്നു അലക്സാണ്ടർ ജേക്കബ് സാർ. DIG ട്രെയിനിങ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ നായനാർ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നായനാർ സാറ് പൊതുവെ ആര് വന്നാലും ഇരിക്കാൻ പറയാറില്ല. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ തന്നെ നിങ്ങൾ ഇരിക്കാമെന്ന് ഞങ്ങളെയൊക്കെ പിടിച്ചിരുത്തി അവിടെ സാറും ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് പുതിയ IPS ഓഫീസേഴ്സാണ്, ആദ്യമായിട്ട് കേരളത്തിൽ ഒരു വനിത വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ സംസാരിച്ചു. ഞങ്ങളെല്ലാവരും സ്വയം പരിചയപ്പെടുത്തി, എവിടെ നിന്നാണോ എന്നൊക്കെ ചോദിച്ചു, എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ നേരത്ത് എണീറ്റിട്ട് പറഞ്ഞു, സാറിൻ്റെ അനുഗ്രഹം വേണം എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ എന്നെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, എല്ലാ SIമാർക്കും എൻ്റെ അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചിരിച്ചു. കാരണം അദ്ദേഹത്തിന് വളരെ സരസമായി സംസാരിക്കാൻ അറിയാം. അപ്പം SI എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ചിരിച്ചത്. അലക്സാണ്ടർ ജേക്കബ് സാർ കുറച്ച് ഞെട്ടി. അദ്ദേഹം പറഞ്ഞു, സാർ ഇത് SIമാരല്ല, ഇവർ IPS ഓഫീസേഴ്സാണ്, ASPമാരാണ് എന്ന് തിരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം ഒന്ന് തന്നെ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ചിരിയാണ് ഞങ്ങൾക്ക് വന്നത്. ഞാൻ കുറച്ചും കൂടെ ഉറക്കം ചിരിച്ചു. കാരണം ഒരു സമഭാവനയോടുകൂടി പോലീസ് വകുപ്പിനെ ആകെ കാണുന്ന ഒരു നല്ല മുഖ്യമന്ത്രി എന്നുള്ള മട്ടിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിനുശേഷം ASP ആയിട്ടിരിക്കുക അദ്ദേഹമായിട്ട് നേരിട്ട് ഇടപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കാണേണ്ടിയും വന്നിട്ടില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആലപ്പുഴ SP ആയ സമയത്ത് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി ആയല്ലോ. ആ സമയത്ത് ഞാൻ പോയി അദ്ദേഹത്തെ കോൾ ഓൺ ചെയ്യും. ഞങ്ങൾ ഒഫീഷ്യലായിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. കോൾ ഓൺ ചെയ്ത സമയത്ത് കുറച്ച് സംസാരിച്ചു, ആലപ്പുഴയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു. പൊതുവേ ഒരു ധാരണയുള്ളത് സർക്കാർ മാറി വരുമ്പം ഒന്നടങ്കം ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ ട്രാൻസ്ഫറൊക്കെ നടന്നു. പക്ഷെ അതിനിടെ കൂടെ എന്നെ മാറ്റിയില്ല. DGP വരെ പറഞ്ഞു, ശ്രീലേഖ രക്ഷപ്പെട്ടു, ഒരു തലനാരിഴയ്ക്കാണ് ശ്രീലേഖയുടെ പേര് ട്രാൻസ്ഫർ ലിസ്റ്റിൽ വന്നത്, എങ്ങനെയോ രക്ഷപ്പെട്ടു, ശ്രീലേഖ മാറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ ആലപ്പുഴയിൽ തന്നെ ഇരിക്കാന്നുള്ളൊരു സമാധാനത്തിലിരിക്കുകയായിരുന്നു. സാധാരണ ഓഗസ്റ്റ് മാസം ആലപ്പുഴ നെഹ്റു ട്രോഫി ബോട്ട് റേസ് പുന്നമടക്കായലിൽ നടക്കുന്ന വർഷാവർഷമുള്ള ആലപ്പുഴ ജില്ലയുടെ ആഘോഷം, കേരളത്തിൻ്റെ തന്നെ ആഘോഷമാണ്. വളരെ മനോഹരമായിട്ടുള്ള എന്താണ് ഈ സ്നേക്ക് ബോട്ട് എന്ന് പറയുന്നത്. ഇന്റർനാഷണലായിട്ട് തന്നെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു വളരെ നല്ലൊരു ബോട്ട് റേസ് ആണത്. വളരെ VIP-കളൊക്കെ ഒരുപാട് പേര് വരും. കേന്ദ്രമന്ത്രിമാർ, ഒരു പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ഒക്കെ വന്നിട്ടൊക്കെയാണ് ഇനോഗ്രേഷൻ നടത്തിയത്. അപ്പോൾ ആദ്യത്തെ തവണ ഈ വള്ളംകളി വന്നപ്പോൾ വളരെ പ്രയാസം അനുഭവപ്പെട്ടു. കാരണം ഞാനതിന് വള്ളംകളിയാണോ വെള്ളംകളിയാണോ എന്നൊരു സംശയം പറയുന്ന ഒരു പരിധി വരെ എത്തി. കാരണം അവിടെ എല്ലാവരും വളരെ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടാണ് ഇരിക്കാറ്. വള്ളംകളിക്ക് വരുന്ന ആൾക്കാർ, അത് തുഴയുന്ന ആൾക്കാർ, അതിന് പ്രോത്സാഹിപ്പിക്കുന്നവരെ, കാണികൾ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കും. ചിലപ്പോൾ അവർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. വള്ളംകളി ഇടയിൽ കൂടെ പോയി അത് വള്ളം മറിച്ചിടാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ, ചില വള്ളംകളിക്കൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാറുള്ളതാണ്, അതൊന്നും ഇല്ലാതെ അതങ്ങ് പോയി. രണ്ടാമത്തെ വള്ളംകളി അങ്ങനെ വന്നു, അതിലും ഒരു VIP വന്നു, അതും വലിയ പ്രശ്നമില്ലാതെ പോയി. ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് LDFന്റെ ജില്ലയിലുള്ള ഡിസ്ട്രിക്ട് കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് സുധാകരൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ ഒരു ദിവസം ഓഫീസിൽ വന്നു. അദ്ദേഹം ഒരു വലിയൊരു നീണ്ട ലിസ്റ്റ് എൻ്റെ തന്നു. അത് ട്രാൻസ്ഫർ ലിസ്റ്റാണ്. പാർട്ടിയുടെ ഇഷ്ടമനുസരിച്ച് ഇന്ന ഓഫീസേഴ്സിനെ ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് താഴോട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ തൊട്ട് ഒരു ഇൻസ്പെക്ടർ ലെവൽ വരെയുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മാറ്റം ഉണ്ടായിരുന്നു. പണ്ട് ഉണ്ടായിരുന്ന SIമാരെ എല്ലാവരും മാറ്റി വിവിധ സ്പെഷ്യൽ യൂണിറ്റുകളിൽ മാറ്റണം എന്ന് വലിയ ലിസ്റ്റായിരുന്നു. DYSP തൊട്ട് മുകളിലോട്ട് സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കിൾ ഇൻസ്പെക്ടർമാർ DGP ആണ് ചെയ്യേണ്ടത്. പക്ഷെ എന്നാലും എനിക്ക് ലിസ്റ്റ് കൊണ്ട് തന്നു. കുറേ നേരം എന്നോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പോയി, ഞാൻ പറ്റുന്ന പോലെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിന് വള്ളംകളിയൊക്കെ കൊണ്ട് പഴയ സിസ്റ്റം തന്നെ നിലനിന്ന് പോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പറ്റുന്ന പോലെ ചെയ്യാം. ഇതിനകത്ത് കുറച്ചൊക്കെ ഒരാളുടെ പേര് 2 പോലീസ് സ്റ്റേഷന് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണമല്ലോ എന്ന്. അപ്പം എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ CAയും ഒക്കെ പറയുന്നുണ്ട്, CA കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, മാഡം ഇത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, വരട്ടെ പതുക്കെ ചെയ്യാം, സിസ്റ്റം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെയൊക്കെ പോട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ നോയിക്കൊണ്ടിരിക്കാൻ ഇത്രയും സമയം എടുക്കുന്നതിനെ പറ്റി ഞാനൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് SPമാർ ചെയ്യും ഇത് എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പലരോടും ഡിസ്കസ് ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റെ സീനിയർ ഓഫീസേഴ്സിനോട് ചോദിക്കണം, DIGയോട് ചോദിക്കണം, IGയോട് DGP വരെയുള്ള ആൾക്കാരോട് എനിക്ക് ചോദിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അതും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ത്രട്ടൻ ചെയ്തു എന്നെ, ഇവിടെ അധിക നാൾ ഇരിക്കാമെന്നൊന്നും വ്യാമോഹിക്കേണ്ട, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന വേറെ ഓഫീസേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നീട് പോയി ഞാൻ അറിഞ്ഞത് അദ്ദേഹം കുറേ നേരം ഒരു ദിവസം ഇങ്ങനെ CM-ൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ CM പറഞ്ഞു അത് വേണോ, അവർ നല്ല ജോലി ചെയ്യല്ലേ, അവരോട് ഇരുന്നോട്ടെ എന്നുള്ള മട്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നിട്ട് അദ്ദേഹം തിരിച്ചങ്ങോട്ട് വരാൻ വയ്യ, കാരണം അദ്ദേഹം എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കും എന്ന് പറഞ്ഞാണ് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോയത്. എന്നിട്ട് CM-നെയോ CM-ൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോ ആരെയൊക്കെയോ കണ്ടിട്ട് അന്ന് നടക്കാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്, ആലപ്പുഴ SP അവിടെ നിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിരാഹാരം ഇരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ത്രട്ടൻ ചെയ്തിട്ട് അവസാനം CM-ൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അത് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്, മിക്കവാറും പത്തനംതിട്ട ജില്ലയിലോട്ട് തൊട്ടടുത്ത ജില്ലയിലോട്ടായിരിക്കും മാറ്റുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ശരി എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം, കേരളത്തിലെന്നല്ല ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ സിവിൽ സർവീസ് എഴുതുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. പത്തനംതിട്ട ജില്ലയാണെങ്കിൽ സൗകര്യമായി, കാരണം എൻ്റെ ഭർത്താവിന് ആലപ്പുഴ ജില്ലയിലെ ഡോക്ടറായിരുന്നു, അപ്പോൾ പോയിട്ട് വരാൻ സൗകര്യമാണ്. ഇതോടൊപ്പം തന്നെ എനിക്ക് ആലപ്പുഴയിലെ ക്യാമ്പ് ഓഫീസിനെ പറ്റിയും കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ബീച്ച് ബംഗ്ലാവ് എന്നായിരുന്നു ആലപ്പുഴയിലെ SP-യുടെ ഔദ്യോഗിക വസതിയുടെ പേര്. അത് സായിപ്പന്മാർ കെട്ടിയതാണ്. വളരെ മനോഹരമായിട്ടുള്ള ബീച്ചിൻ്റെ സൈഡിലുള്ള ബ്യൂട്ടിഫുൾ ഒരു സ്ട്രക്ചറാണ് അത്. ഒരു വലിയൊരു കോട്ട പോലെ കണ്ടാലൊരു വീടെന്ന് പറയുന്നത് ഒരു കാസിലെന്നേ പറയുള്ളൂ. ഭയങ്കര വലിപ്പമുള്ള മുറികളാണ്. ഒരു വരാന്ത, പോർച്ച്, മുകളിലൊരു ചെറിയ ബാൽക്കണി പോലെ 4 പ്രധാനപ്പെട്ട മുറികളാണുള്ളത്. ആദ്യത്തെ ഒരെണ്ണം സ്വീകരണ മുറിയായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് അറ്റാച്ച്ഡ് ബാത്റൂം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു ആൻറ്റി റൂം പോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള അതും അവിടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഡൈനിങ് റൂമായിട്ടും അതിൻ്റെ അപ്പുറത്ത് കിച്ചണായിട്ടുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയും ഒരു ബാത്റൂം ഉണ്ട്. അതിൻ്റെ പുറകിലോട്ട് ഇങ്ങനെ ഒരു ചെറിയ ഇടനാഴി പോയിട്ട് പുറകിൽ വലിയൊരു വർക്ക് ഏരിയ പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഭയങ്കര വലിയ വർക്ക് ഏരിയയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മോനി മൃഗങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ച് വളർത്തുമായിരുന്നു. പിന്നെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ അടുപ്പും അതെല്ലാം അവിടെയായിരുന്നു. നല്ല സാമാന്യം വലിയ ഒരു പറമ്പിലായിരുന്നു ബീച്ച് ബംഗ്ലാവ് ഉണ്ടായിരുന്നത്. മോളി തടിപ്പടിയാണ്, തടിയിലെ പടി കയറി പോയി മോളി മുഴുവനും തടിയാണ്. അവിടെ ചെല്ലുമ്പോൾ 2 വലിയ ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരറ്റത്തെ ബെഡ്റൂമിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. മറ്റേ ബെഡ്റൂം ആരെങ്കിലും വിശേഷപ്പെട്ട അതിഥികളോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് 2 ബെഡ്റൂമും. ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂം എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പം. അതിനകത്ത് വലിയ ടബുണ്ട് കെട്ടിയിട്ടിരിക്കുന്ന വലിയ ടബിനകത്ത് കയറി നിന്നിട്ട് വേണം നമുക്ക് കുളിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ക്യാമ്പ് ഓഫീസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഒരു ഫുള്ളി ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഓഫീസ് ക്യാമ്പ് ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഈ ഒരു കോൺഫിഡൻഷ്യൽ ക്ലാർക്ക് CC അദ്ദേഹം വന്നിരിക്കും. എല്ലാ സംവിധാനവും ഓഫീസിൻ്റെ സംവിധാനവും ഉണ്ടായിരുന്നു. ഓഫീസിൽ വെച്ച് തീരാത്ത ഫയലുകളും ഒരുപാട് ഫയലുകൾ കാണുമല്ലോ, ഒരുപാട് ഫയലും വർക്കും ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ യാത്രയും ചെയ്ത് ഇൻസ്പെക്ഷനും പോയി ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഫയലുകൾ തീർക്കാനായിട്ട് ഞാൻ പലപ്പോഴും ക്യാമ്പ് ഓഫീസിൽ രാത്രി വരെ ഇരിക്കാറുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തിട്ടുള്ള മറ്റ് ജില്ലകളിൽ തൃശ്ശൂരോ പത്തനംതിട്ടയിലോ ഇതുപോലെ ഒരു ക്യാമ്പ് ഓഫീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ലായിരുന്നു. വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ ഇരുന്ന് അതിഥികളെ വരുമ്പോൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇതൊരു ശരിക്കും ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഫീസ് തന്നെയായിരുന്നു അത്. എൻ്റെ മോൻ ആ സമയത്ത് LKG പഠിച്ചു കഴിഞ്ഞിട്ട് UKG-ലോട്ട് കയറുന്ന സമയമായിരുന്നു. ആലപ്പുഴ വരുമ്പോൾ ആ ഒരു വർഷം അവനെ ഒരു സ്കൂളിൽ ചേർത്തെങ്കിൽ പോലും അവൻ പോയിട്ടേ ഇല്ല. അവിടെ ക്യാമ്പ് ഓഫീസിലെ പോലീസുകാരായിട്ടും അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ദാസപ്പൻ എന്ന് പേരുള്ള ഒരു ക്ലീനർ ഉണ്ടായിരുന്നു, ക്യാമ്പ് ഫോളോവറാണ്. അവരൊക്കെ ആയിട്ട് കളിയും ബഹളവും ചിരിയും, ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ പോവുക, അവിടെ കളിക്കുക. അങ്ങനെ ഒരു വർഷം അവൻ ശരിക്കും എൻജോയ് ചെയ്തു. സ്കൂളിലൊന്നും പോകാതെ ഇരുന്ന് പോലീസ് ഭാഷ പഠിച്ചു, പോലീസിൻ്റെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചു, തോക്ക് കൈകാര്യം ചെയ്യാൻ എൻ്റെ പോലീസിൽ സകല കാര്യങ്ങളും അവൻ പഠിക്കുക. അവൻ വളരെ എൻജോയ് ചെയ്ത് ഇരുന്ന ഒരു സമയമാണത്. അങ്ങനെ അവസാനം എനിക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ വന്നപ്പോൾ പത്തനംതിട്ട വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് വന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ആ സമയം എനിക്ക് നല്ല കണ്ണിന് ചെങ്കണ്ണ് വന്നു. ഏതോ ഒരു ആരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. വീട്ടിൽ വേറെ ആർക്കും വന്നില്ല, എനിക്ക് മാത്രമേ വന്നുള്ളൂ. അപ്പം ഞാൻ ചെങ്കണ്ണ് യൂണിഫോം ഇട്ട് കൂളിംഗ് ക്ലാസ്, എനിക്ക് യൂണിഫോം ഇടുമ്പോൾ കറുത്ത കണ്ണട വയ്ക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ കൂളിംഗ് ക്ലാസ് വെച്ചുകൊണ്ട് നടക്കേണ്ട ഗതി വന്നു, കാരണം അതില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പടരുമല്ലോ. അങ്ങനെ അത് വെച്ചുകൊണ്ടായിരുന്നു ഞാൻ അവസാനത്തെ ഒരു 4-5 ദിവസം അവർ യാത്രയപ്പ് ചടങ്ങുണ്ടായിരുന്നു. പല സ്ഥലത്തും പോയി, അത് പലയിടത്തും പോയി അവർ പറയും മാഡം ഇതൊന്ന് വന്നിട്ട് കയറിയിട്ട് പോകണം, ഞങ്ങൾ അവസാനത്തെ 2-3 ദിവസം അല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്, പല പോലീസ് സ്റ്റേഷനുകളിലും പോയിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ ദിവസം എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാനായിട്ട് പോകുന്ന സമയത്ത്
വലിയൊരു ആരവം ഇങ്ങനെ എന്ന് പറഞ്ഞ് ബീച്ച് ബംഗ്ലാവിന്റെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര ബഹളം. ഞാൻ വെച്ചു അവസാനത്തെ ദിവസമായിട്ട് എന്തോ പ്രശ്നം, ആരും എന്നെ സമരം ചെയ്യുവാണോ, ആളുകൾ വന്ന് എന്തെങ്കിലും ചെയ്യുവാണോ. ഞാൻ ചോദിച്ചു എന്താ പ്രോബ്ലം എന്ന്. അപ്പം കുറേ സ്ത്രീകളും കുട്ടികളും വന്നിങ്ങനെ തലമുറ ഇടുകയാണ്. മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി അവർ വന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കണ്ണ് ദീനമൊക്കെ ആയിട്ട് അവരോട് പറ, എനിക്ക് വയ്യ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, വേണ്ട അവർ പൊക്കോളാൻ പറയാം. അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ ബഹളം വെക്കുന്നു, കരയുന്നു. മാഡത്തെ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, കാണണം എന്നൊക്കെ പറഞ്ഞ് വലിയ കരച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും പോയേക്കാം. അത് ഞാൻ ഇറങ്ങി താഴെ ചെന്നു. അവരെല്ലാവരും കൂടെ കയറി ഇങ്ങനെ ഇരച്ച് ഗേറ്റ് തുറന്നപ്പോൾ ഇങ്ങനെ ഇരച്ചിങ്ങനെ എനിക്ക് തോന്നുന്നു 10, 60, 70 സ്ത്രീകളും കുട്ടികളും കുറച്ച് പുരുഷന്മാരും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇരച്ചിങ്ങനെ കയറി എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞു പോർട്ടിക്കോയിരുന്നോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്തോട്ട് വരണ്ട, എനിക്ക് കണ്ണിന് സുഖമില്ലാതിരിക്കുകയാണ്, കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, പടരും, നിങ്ങൾ അടുത്തോട്ട് വരണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നന്ദി പറയാൻ വന്നതാണ് മാഡം, ഞങ്ങളൊന്ന് തൊട്ടോട്ടെ, ഞങ്ങളൊന്ന് കയ്യിൽ മുത്തിക്കോട്ടെ, മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞിനോ എനിക്കോ കണ്ണുനീനം പകർന്നാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതും എന്ന് പറഞ്ഞ് സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കരച്ചിൽ വന്നു എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ. അങ്ങനെ അവർ എല്ലാവരും വന്നു, എൻ്റെ അടുത്ത് വന്നു, കണ്ണുനീനമൊന്നും ഒരു വകവെച്ചില്ല. എല്ലാവരും കൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സെൽഫിയൊക്കെ എടുത്തേനെ. അന്നത്തെ കാലത്ത് അതില്ലായിരുന്നത് കൊണ്ട് അത് നടന്നില്ല. എല്ലാവരും ഭാഗ്യമായി, അല്ലെങ്കിൽ എല്ലായിടത്തും ചുവന്ന കണ്ണും വെച്ച് ഞാനിങ്ങനെ സെൽഫിയിൽ നിൽക്കേണ്ടി വന്നേനെ. അങ്ങനെ അതുപോലെയുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആലപ്പുഴ ജില്ലയോട് വിട പറഞ്ഞത്. ഇപ്പോഴും ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് മാഡം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി തന്ന സ്ഥലം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ആലപ്പുഴ ജില്ലയായിരുന്നു. 14 മാസമാണ് ഞാൻ അവിടെ ഇരുന്നത്. ആ ഒരു വർഷവും 2-2.5 മാസവും എനിക്ക് തോന്നുന്നു എൻ്റെ 33.5 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു കാലഘട്ടമായിട്ട് ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി പറയാറുണ്ട്. സസ്നേഹം, ശ്രീലേഖ.